കാലടി സർവകലാശാലയിൽ നടന്ന VC-യുടെ ശവമഞ്ചം വിവാദം, അതിൽ ഇപ്പോ ഏഷ്യാനെറ്റ് തന്നെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംഘിത്തലയന്മാർക്കും മൂരിത്തലയന്മാർക്കും അങ്ങോട്ട് ബോധ്യപ്പെടില്ലല്ലോ. കാര്യം ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൗദൂദികൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സംഘി ചാനലുകൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പറയുന്നതൊന്നും അങ്ങോട്ട് തലയ്ക്കകത്ത് കയറില്ല. പശുത്തലയും മൂരിത്തലയും അമ്മാതിരി രീതിയിലാണ് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് തലമാർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നത് ഇവരെ പരസ്പരമാണ്. മൂരി പറഞ്ഞാലും വിശ്വാസമാണ്, അതിന് സംഘിത്തല പറഞ്ഞാലും വിശ്വാസമാണ്. ആ നിലയ്ക്ക് കാലടി സർവകലാശാല കേന്ദ്രീകരിച്ച് VC-യുടെ ശവമഞ്ചമേറിയ വിഷയത്തിൽ എന്താണ് റിയാലിറ്റി എന്ന് ഏഷ്യാനെറ്റിന്റെ അവതാരകനായിട്ടുള്ള അബ്ജോദ് വർഗീസ് അങ്ങോട്ട് വിശദീകരിച്ചു തരും. കാലടി സർവകലാശാലയിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ഇന്നലെ പറഞ്ഞു, മറ്റേ ശവമഞ്ചം, വൈസ് ചാൻസലറുടെ ശവമഞ്ചം സൃഷ്ടിച്ച ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്ന്. കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം വേണം ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി അത്തരത്തിൽ അഭിപ്രായം പറയാൻ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അപരിഷ്കൃത സമരമെന്ന് വിശേഷിപ്പിക്കാൻ. വാസ്തവത്തിൽ അവിടെ വൈസ് ചാൻസലറുടെ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. ആ ക്യാമ്പസിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോടോ ഒന്നുമല്ല അന്വേഷിച്ചത്, പക്ഷെ അല്ലാതെ തന്നെ അന്വേഷിച്ചതിന് ശേഷമാണ്. ഒരു വൈസ് ചാൻസലറുടെയും ശവമഞ്ചം അവിടെ പ്രതീകാത്മകമായോ അല്ലാതെയോ അവിടെ സൃഷ്ടിച്ചിട്ടില്ല. അവിടുത്തെ ഇപ്പോൾ നടക്കുന്ന കോളേജിലെ സർവകലാശാലയിലെ കാലടി സർവകലാശാലയിലെ അപര്യാപ്തതകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സമരത്തിന് പിന്തുണ അർപ്പിച്ച് നാടക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ നാഷണൽ കലോത്സവത്തിൽ പറച്ചി എന്ന പേരിൽ അവർ അവതരിപ്പിച്ച നാടകം 1ാം സ്ഥാനം നേടിയിരുന്നു. അവർ 2018 മുതൽ പ്രവർത്തിക്കാത്ത ലൈറ്റുകൾ കൊണ്ടിട്ട് ലൈറ്റേ മരിച്ചേ എന്നൊരു പ്രതീകാത്മക നാടകം പ്രതിഷേധ സൂചകമായി അവതരിപ്പിച്ചതാണ്. അതിനെ വൈസ് ചാൻസലറുടെ പ്രതീകാത്മക സംസ്കാരമായി ദുർവ്യാഖ്യാനം ചെയ്തത് അവിടുത്തെ പബ്ലിക് റിലേഷൻസ് ഓഫീസായാലും ശരി, ആരായാലും ശരി, അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പ്രതികരിക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം വേണം. SFIയെ വിമർശിക്കാം, സമരത്തെ വിമർശിക്കാം, വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാം. പക്ഷേ കള്ളം പറഞ്ഞാവരും കേട്ടല്ലോ. SFI പിള്ളേരാണോ? അവരെ നമ്മൾ അങ്ങ് ചാപ്പ കുത്തുക. പക്ഷേ സത്യങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ പുറത്തേക്ക് വരും. അവർ പ്രതീകാത്മകമാകണമെന്നുണ്ടെങ്കിൽ VC-യുടെ ചിത്രമെങ്കിലും അതിൽ വയ്ക്കണം. കാലടി സർവകലാശാലയിലെ നാടകം അവതരിപ്പിക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ കേടായി കിടന്ന ലൈറ്റ് എടുത്തുകൊണ്ടുവന്ന് വെളിച്ചം കെട്ടു എന്ന രീതിയിൽ നടത്തിയ പരിപാടിയെ VC-യുടെ ശവമഞ്ചമാക്കി ആ കുട്ടികൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിനകത്തിരിക്കുന്ന അധ്യാപക വേഷത്തിലിരിക്കുന്നവന്മാരെയൊക്കെയാണ് നാട് തിരിച്ചറിയേണ്ടത്. ഇവരൊക്കെ കുട്ടികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് പകരാൻ വേണ്ടി അധ്യാപക വേഷത്തിൽ ഇരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ ചില കോളേജുകളിലൊക്കെ ഇപ്പോൾ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. എന്തിന്റെ ഭാഗമാണെന്നൊക്കെ ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോതമംഗലത്ത് നിന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ തന്നിഷ്ടക്കാരും തന്റേടികളും ധിക്കാരികളുമായിട്ടുള്ള ചില സംഘപരിവാർ മനോഭാവങ്ങളെ വെള്ളപൂശാൻ വേണ്ടിയാണ് കുട്ടികൾ സർവകലാശാലയിലെ ലൈറ്റ് കെട്ടു അല്ലെങ്കിൽ വെളിച്ചം കെട്ടു എന്ന തരത്തിൽ നടത്തിയ പ്രതീകാത്മക സമരത്തെ VC-യുടെ ശവമഞ്ചമാക്കിയ പബ്ലിക് റിലേഷൻ ഓഫീസറിൽ തുടങ്ങി അവിടത്തെ സംഘപരിവാർ അനുകൂല നാടകങ്ങളെല്ലാം ഇതോടുകൂടി ഒരു സംഘപരിവാർ ചാനലാൽ പൊളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും രമേശ് ചെന്നിത്തലയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതായത് ഗവർണറുടെ പാദസേവകരായിട്ടുള്ളവർ സത്യം മനസ്സിലാക്കി അതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇല്ല, അവരെ വേട്ടയാടിയ മതിയാവുമെങ്കിൽ ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് വിദ്യാർത്ഥികൾ കൊള്ളരുതായ്മകളോട് പ്രതിഷേധിച്ചിട്ടുണ്ട്. പ്രതിഷേധിച്ചവരെ ജയിലിലടച്ചു എന്ന് കരുതിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് ജയിലറകൾ. ഇന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പിൻതലമുറക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത സവർക്കറെ ആരാധിക്കുന്ന വിഭാഗക്കാരാണ്. അങ്ങനെ ഉള്ളവരുടെ മനോഭാവത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളെയൊക്കെ വേട്ടയാടി അവരുടെ ഭാവി തുലയ്ക്കാമെന്ന് ചെന്നിത്തല നായരോ സതീശ മേനോനൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മൂഢചിന്തയാണ്. മാധ്യമങ്ങൾ തന്നെ റിയാലിറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഗവർണറുടെ VC-യെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തെയാണ് സർക്കാർ വെല്ലുവിളിക്കുന്നതെന്ന് പറയേണ്ടി വരും.